ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ അന്നുമുതൽ വിദേശ വിനിമയത്തിൽ ഇന്ത്യൻ കറൻസിയായ രൂപ തകർന്നടിയുകയാണ്. ഡോളർ കരുത്താർജിക്കുന്നതാണ് ഇതിനു പിന്നിലെന്ന് ഒറ്റവാക്കിൽ പറയാം. എന്നാൽ രൂപയെ തകർത്തെറിയുന്നതിന് പിന്നിൽ അമേരിക്കയ്ക്ക് ചില പ്രത്യേക താൽപ്പര്യങ്ങൾ കൂടിയുണ്ട്. അതിന്റെ അണിയറക്കഥ ആരംഭിക്കുന്നതാവട്ടെ ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്നാണ്. 4 രാജ്യങ്ങളെ കൂട്ടി റഷ്യയാണ് ആദ്യമായി ബ്രിക്സ് കൂട്ടായ്മ ആരംഭിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് എതിരായി ഒരു കൂട്ടായ്മ സൃഷ്ടിക്കാനുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ താൽപ്പര്യമായിരുന്നു ഇത്. ഇന്ന് ലോകജനസംഖ്യയുടെ ഏതാണ്ട് 48% ജനങ്ങളെ ഉൾക്കൊള്ളുന്ന സ്വാധീനശക്തിയാണ് ബ്രിക്സ്. ഈ മുന്നേറ്റം തന്നെയാണ് ബ്രിക്സിനെ അമേരിക്കയുടെ കണ്ണിലെ കരടാക്കിയത്. കാരണം ഇന്ന് ആഗോള GDPയുടെ 37.3% ബ്രിക്സ് വഹിക്കുന്നു. ആഗോള വ്യാപാരം, ഊർജ്ജ ഉൽപ്പാദനം, നിർണായക ധാതുശേഖരം എന്നിവയുടെ ഗണ്യമായ വിഹിതം ഈ രാജ്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. 2024 അന്താരാഷ്ട്ര നാണയനിധി ആഗോള സാമ്പത്തിക വളർച്ച കൂടുതലായി ബ്രിക്സ് ബ്ലോക്കിനെ ആശ്രയിക്കുമെന്ന് പ്രവചിച്ചു. ബ്രിക്സ് പ്ലസ് ആയി വിപുലീകരിച്ചതോടെ ആഗോള എണ്ണ ഉൽപ്പാദനത്തിന്റെ പകുതിയോളം ഈ കൂട്ടായ്മയിലുള്ള രാജ്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ഇതിനൊപ്പം ലിഥിയം പോലുള്ള നിർണായക ധാതുക്കളുടെ വിപണിയിലും ബ്രിക്സ് രാജ്യങ്ങൾ ആധിപത്യം പുലർത്തുന്നു. അന്താരാഷ്ട്ര ചരക്ക് വ്യാപാരവും ഇതിൽ ഗണ്യമായി പങ്കുവഹിക്കുന്നു. ഇതോടെയാണ് ഒരു പുത്തൻ കറൻസിയിലൂടെ ഡോളറിന്റെ ആധിപത്യത്തെ വെല്ലുവിളി ഉയർത്താൻ കൂട്ടായ്മ ശ്രമം തുടങ്ങിയത്. ഡീഡോളറൈസേഷൻ എന്നാണ് ഈ ആശയം അറിയപ്പെട്ടത്. ഇത് വലിയ രീതിയിൽ തന്നെ പ്രചരിക്കപ്പെടുകയും ചർച്ചയാവുകയും ചെയ്തു. ഈ അവസരം മുതലാക്കാൻ ശ്രമിച്ച പ്രധാന രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം രൂപയുടെ സാധ്യത ഉയർത്തുമെന്ന് ആഗോള റേറ്റിംഗ് ഏജൻസികൾ പ്രവചിച്ചു. പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങളടക്കം 18ലധികം രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക ഇടപാട് ഇന്ത്യ രൂപയിലാക്കി. അതുവരെ നടത്തിയിരുന്ന ഡോളറിലെ ഇടപാടുകൾ അവസാനിപ്പിച്ചു. വികസ്വര രാഷ്ട്രത്തിന്റെ മുന്നേറ്റം സ്വാഭാവികമായും അമേരിക്കയുടെ കണ്ണിൽ കരടായി, പ്രത്യേകിച്ച് വൻ സാമ്പത്തിക ബാധ്യതയിൽ അമേരിക്ക നിൽക്കുമ്പോൾ. ഇതാണ് അധികാരത്തിലേറിയ ആദ്യ സെക്കൻഡിൽ തന്നെ ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങളെ താരിഫ് കാട്ടി പേടിപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത്. ഡോളറിന് പകരം വിനിമയത്തിന് മറ്റ് കറൻസികളെ ആശ്രയിച്ചാൽ 100% നികുതി എന്ന ഭീഷണി ട്രംപ് കഴിഞ്ഞ വർഷം അവസാനം തന്നെ വ്യക്തമാക്കിയിരുന്നു. ബ്രിക്സ് രാഷ്ട്രങ്ങൾ പുതിയ കറൻസി നിർമ്മിക്കാനോ US ഡോളറിന് പകരം മറ്റൊരു കറൻസിയെ പിന്തുണയ്ക്കാനോ ശ്രമിച്ചാൽ 100% ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപ് വെല്ലുവിളിച്ചത്. ഇക്കാര്യത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് ഉറപ്പു വേണമെന്നും മറിച്ചൊരു ശ്രമമുണ്ടായാൽ അമേരിക്കൻ വിപണിയോട് വിട പറയേണ്ടി വരുമെന്നും ട്രംപ് ഓർമ്മപ്പെടുത്തി. അന്താരാഷ്ട്ര വിനിമയത്തിന് ഡോളറിതര കറൻസികൾ ഉപയോഗിക്കാനുള്ള ചർച്ചകൾക്ക് ഒക്ടോബറിൽ ചേർന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ തുടക്കമിട്ടതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. പ്രചാരണകാലത്ത് ട്രംപ് പറഞ്ഞ വാക്കുകൾ നിക്ഷേപകരിലും ആശങ്കയുണ്ടാക്കി. പിന്നാലെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് അവർ പണം പിൻവലിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ജൂലൈയിൽ ആരംഭിച്ച വിദേശ നിക്ഷേപക പിന്മാറ്റം ഇപ്പോഴും തുടരുകയാണ്. ഈ പണമെല്ലാം ഉറച്ച വരുമാനം നൽകുന്ന അമേരിക്കൻ ട്രഷറി ബോണ്ടിലാണ് അവർ നിക്ഷേപിക്കുന്നതും. അതേസമയം US വിപണിയിൽ നിന്ന് പിന്മാറി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചാൽ താരിഫ് ഭീഷണിയിൽ നിന്ന് പുറത്തു കടക്കാമെന്നാണ് സാമ്പത്തിക ലോകത്തിന്റെ വിലയിരുത്തൽ. അതുവരെ ഇന്ത്യൻ കറൻസിയെ തകർക്കാനുള്ള നീക്കം അമേരിക്ക തുടരാനാണ് സാധ്യത.